ഹലോ ഗൈസ്, എല്ലാവർക്കും ലാല ഫാമിലി വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു മൂവി റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഏതൊരു മൂവിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ, വേറെ ഏത് മൂവിയല്ല, നമ്മളെ സ്വന്തം ലാലേട്ടൻ്റെ മൂവി എമ്പുരാൻ. ഇന്നലെ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ഞാനും എൻ്റെ കൊച്ചു ഹസ്ബൻഡും കൂടെ പോയി കണ്ടു. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി, അല്ലാതെ ഇതൊരു ക്രിട്ടിസൈസ് ചെയ്യാനുള്ളൊരു അറിവൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷേ അത് കണ്ട ഒരു പ്രേക്ഷക എന്നുള്ള നിലയിലാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ഒരു ലൂസിഫർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആ കണ്ട ഒരു മെമ്മറി വെച്ച് നമ്മൾ പോകും. എക്സ്പെക്റ്റേഷൻ കൂടെ നമ്മൾ പോവുമെങ്കിൽ കൂടെ ഇത് കൂടുതലായിട്ട് കുറച്ച് ഫൈറ്റും അങ്ങനെ കുറച്ച് മാസ് എൻട്രികളൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. നമ്മളിത് വേറെ മൂവിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്, നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബാഹുബലി, പിന്നെ കാന്താര, അങ്ങനെ കുറേ മൂവികളുണ്ടല്ലോ, നല്ല പാൻ ഇന്ത്യൻ ചിത്രമൊക്കെ ആയിട്ടുള്ള ആ മൂവിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പക്ഷേ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക, ഒരു മലയാളം മൂവി ആണെന്ന് പോലും ആണോയെന്ന് പോലും നമുക്ക് സംശയം തോന്നും ചില സമയത്തൊക്കെ. ഇതിൻ്റെ BGM, മ്യൂസിക്, ഇതിൻ്റെ കുറേ ആംഗിളിലെടുത്ത കുറേ സ്ക്രീനിൽ വരുന്ന കുറേ ഭാഗങ്ങൾ, അതൊക്കെ നല്ല അടിപൊളി തന്നെ കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ലൂസിഫർ ഒരു ആഭ്യന്തര പ്രശ്നങ്ങളിൽ കൂടെയാണെങ്കിൽ എമ്പുരാൻ ഒരു അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ലോകങ്ങൾ മീൻസ് രാജ്യങ്ങൾ തമ്മിലുള്ള ഫൈറ്റുകളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ആക്ച്വലി സെക്കൻഡ് കണ്ടാലും എമ്പുരാൻ എന്നൊരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഫിനിഷ് ആവുന്നില്ല. തേർഡ് പാർട്ട് എന്തായാലും ഇറക്കിയാൽ തന്നെ നമുക്ക് ഈ എമ്പുരാൻ്റെ ആക്ച്വലി എന്താ കഥ എന്നുള്ളത് അതിൽ പറയുന്നില്ല. ശരിക്കും എമ്പുരാൻ 3 വരണം, എന്നാലേ നമുക്ക് അതിൽ മനസ്സിലാവുള്ളൂ. ലൂസിഫർ അത് പൃഥ്വിരാജ് സാർ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ഇൻ്റർവ്യൂവിൽ. ഒരിക്കലും എമ്പുരാൻ ഫസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് ആ കഥ മനസ്സിലാവാനില്ല. മീൻസ് ലൂസിഫർ എന്ന് വെച്ചാൽ വേണമെങ്കിൽ എടുക്കാമെന്നുള്ളൊരു ഓപ്ഷനായിരുന്നു, വേണമെങ്കിൽ എടുത്തു, അങ്ങനെ എടുത്തതാണ് ഈ എമ്പുരാൻ കണ്ടാൽ എന്തായാലും ഇതിൻ്റെ 3 പാർട്ട് വരണം. നമ്മൾ ബാഹുബലി പോലെയൊക്കെ അല്ലേ, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും പോലെ, അതേപോലെ അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അല്ലാതെ ഒരു മോശം പടമാണെന്ന് പറയാൻ പറ്റില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാം നമുക്ക്, അത്രയേ ഉള്ളൂ. അധികം മോശമാണെന്നും പറയാൻ പറ്റില്ല, എന്നാൽ നല്ല മൂവിയാണോ എന്ന് ചോദിച്ചാലും പറയാൻ പറ്റില്ല. ഒരു മിഡിലിൽ വരുന്നത്. പക്ഷേ ഇതിന് കുറേ ഹൈപ്പ് കൊടുത്തതിനെ കൊണ്ടാണ് പ്രേക്ഷകർക്ക് കുറേ റിവ്യൂസോ ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത ആൾക്കാർ പറയുന്നുണ്ട് പ്രതീക്ഷിക്കേണ്ട അത്ര ഉയർന്നിട്ടില്ല എന്ന്.